ജഗ് വെക്കാൻ സ്റ്റെപ്പ് കയറാൻ വേണ്ടിയാ ചിക്കനാക്കമ്മ ഇതിന്റെ ക്ലോസ് ചെയ്തില്ലേ എന്ത് പറ്റി ചക്കുട് കുട്ടാ ഗൈസ്. അപ്പൊ ഞാൻ ഈ കൊച്ചു ചെക്കനെ കൊണ്ട് എന്റെ വീഡിയോ വെക്കണ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ച് വളർന്നു വരുന്നൊരു സബ്സ്ക്രൈബറാണ് അല്ലേ. ബൈ ബൈ ഗൈസ്. അപ്പൊ രാവിലെ തന്നെ നമ്മളെ സുജിത്താത്ത നമ്മളോട് വിട പറയുകയാണ് ഗൈസ്. ഡാൻസ് പ്രാക്ടീസിനൊന്നും നിന്നില്ല, രാവിലെ തന്നെ മേക്കപ്പ് ഇട്ട് ഒരുങ്ങിപ്പോവാണ്. അതിനെല്ലാത്തിനും കാരണം ഈ സ്ത്രീയാണ്, കണ്ടില്ലേ? ഇയാൾക്ക് നേരത്തെ പോണം ഗൈസ്. അപ്പൊ ഞാൻ എന്താക്കണ അവരെ ഡ്രോപ്പ് ചെയ്ത് വന്നു. ഈ ചെങ്ങായിനെ ഇവിടെ നിർത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗേറ്റ് എനിക്ക് ഓപ്പൺ ആക്കി. ഇവനെന്താ അടുപ്പും ഗ്യാസും കുറ്റിയായിട്ട് അങ്ങോട്ടാ എന്നോട് വിട്ടെടുക്ക് ചെക്കന് ഫ്രീക്കനാക്കമ്മ. അടുപ്പും ഗ്യാസും കുറ്റിയായിട്ട് എന്തോ ചെയ്യുന്നുണ്ടോ. ഗുഡ് മോർണിംഗ്. അപ്പൊ മോർണിംഗ് തന്നെ ഞാനും വെല്ലുമെത്തിന്റെ നമ്മളെ കൊറേ ഫാമിലി ഒക്കെ പോയി. ഷർഫാസ് ഖായും ഭാര്യ എല്ലാരും പോയി. റസി മൂത്ത വടണ്ട്. നിങ്ങൾ റസി പറയുമ്പോ ഞാനോട് റസി എന്ന് പറഞ്ഞേ. സോറി പോവാനിട്ടതാ. ഗേറ്റിന്റെ പെയിന്റ് ഒരു ചാത്തം പെയിന്റ് ആയി പോയെന്നൊരു സംശയമുണ്ട് ഗൈസ്. മാമമ്മ ബാക്കത്തെ ഡോറ് തരിക കേട്ടോ. കുറെ നേരം ഏതാ ബാക്കത്തെ ഡോറ് തരുന്നുണ്ട്. എന്താ തരുന്നേ? ആ തുറക്കും, വലിച്ചോളി. അതാ അവിടെ ഉണ്ട് അത് വലിച്ചാ തുറക്കും. അവിടെ ഉണ്ട്. അവിടെ സാധനം കണ്ടില്ല നിങ്ങൾ? അത് പറ്റിച്ചേ അപ്പുറത്ത് കൂടെ. അങ്ങനെ ചുമ്മാ ഒന്ന് പുറത്തു പോകണം. എവിടേക്കാന്നറിയില്ല. ഇവിടെ പിന്നെ എങ്ങനെയൊക്കെ കറങ്ങിയാലും അവസാനം ലുലു ആണല്ലോ എത്തുക. സോ മമ്മി ഇതാക്കണം അവിടെ റെഡി ആയിട്ടുണ്ട്. മൂത്ത കുഞ്ഞു പിന്നെ ഗൈസ്. മൂത്തൊക്കെ സാധനത്ത് കയറി പേടിയാണ്. ഇതല്ലല്ലോ മറ്റേ സ്റ്റെപ്പിലല്ലേ മാമ. മൂത്തമ്മ കൊണ്ട് നമ്മൾ സ്റ്റെപ്പ് കയറ്റിക്കണം. ഞങ്ങളെ സ്റ്റെപ്പ് കയറ്റി ഇന്നലെ കയറിയണോലെ. എസ്കലേറ്റർ എത്തിയിരിക്കുന്നു. അത് കേറാൻ വേണ്ടിയാ, സ്റ്റെപ്പ് കേറാൻ വേണ്ടിയാ. ഇത് അവിടെ ഉള്ള മാതിരിയാ. ഒന്നും പറ്റില്ല ധൈര്യമായിട്ട് കയറിക്കോളി. അയ്യോ നിങ്ങള് ഇട്ടോ. ഇനി അവിടെ ഇറങ്ങുമ്പല്ലോ ഞങ്ങളെ റെഡി 1 2 നമ്മള് ഫ്രിഡ്ജ് നോക്കാൻ വേണ്ടി വന്നാണ്. ഇമ്മക്ക് ഡബിൾ ഡോർ അല്ല, മറ്റേ സൈഡ് ബൈ സൈഡ് അതല്ല, ആ ഭാഗത്തുണ്ടാവും. ആ ഭാഗത്ത് മമ്മി ഉദ്ദേശിച്ച സാധനം എത്തിയിരിക്കുന്നു. എല്ലാവർക്കും പഠിപ്പിച്ചെടുക്കട്ടെ. ഇത് എത്ര ലിറ്റർ ആവും? ചിലപ്പോ 600 ആയിരിക്കും, ചിലപ്പോ 500 ലിറ്റർ ആയിരിക്കും ഉള്ളു. ഇതൊക്കെ വലിയ സാധനങ്ങളാണ്. 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഉണ്ടാവും. ഇത് ഡിസ്പ്ലേ ഒക്കെ ഉള്ള മോഡലല്ലേ, കൊള്ളാല്ലേ. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള സാധനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ടച്ച് സ്ക്രീൻ നിങ്ങൾക്ക് ഇല്ലേ, ടി വി കണ്ടോണ്ട് സാധനം. സ്പോട്ടിഫൈ ഉണ്ടല്ലോ കുഞ്ഞാളെ. അല്ല സ്പോട്ടിഫൈ ഒക്കെ ഉണ്ട്, കണ്ടോ? പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് യൂട്യൂബ് വീഡിയോ കണ്ടോണ്ട് കുക്ക് ചെയ്യാം. ഐ മീൻ സാധനങ്ങൾ എടുക്കാം. ജഗ് വെക്കാം. അത് നോക്കി ആ വലുത് നോക്കി. കിച്ചൺ അത് ഇത് ഹൈറ്റിൽ കയറ്റി വെച്ചതാ, കണ്ടില്ലേ? ഇത് വിശാലമായി. അമ്മ നിങ്ങൾ ആ ഫ്രിഡ്ജിന് എടുത്ത് നോക്കി. ഇത്ര വലിപ്പമുള്ളു. അപ്പം കുഞ്ഞോളെ ഒരു ഏണി വെച്ച് കഴിഞ്ഞാല് അതിന്റെ മുകളിൽ വെക്കാം. ഓക്കെ സെറ്റ്. എന്നാലും നിങ്ങൾക്ക് ഏണി വേണമ്മ, എന്നാലും റെഡി ആവില്ല. സിംഗിൾ ഡോറ് അത് തുറന്നു നോക്കി. ഇത് ഫ്രിഡ്ജ് തന്നെ അല്ലേ? ഇത് ഡ്രസ്സൊക്കെ തൂക്കിട്ട് ഫ്രിഡ്ജാ. എന്തത്? ഇല്ല, ഇത് വേറെ. ഗൈസ്, ഈ ഫ്രിഡ്ജിൽ ഇതാക്കണ മുട്ടിക്കഴിഞ്ഞാല് എന്താവും ഞോളെ ഓണാവൂലേ? എടാ വന്നില്ല. ഇല്ല, വരുന്നില്ല. എന്താ ഇപ്പൊ ലൈറ്റ് ഓണായി, പക്ഷെ മുട്ടുമ്പോ വരുന്നില്ല കേട്ടോ ഞങ്ങളെ. വന്ന് ഹണിറോസിന്റെ വൈറ്റില്ല. ഓ വൈറ്റ് അടി എടുത്തോക്കിമ്മ. മൂത്തത് ഭയങ്കര വൈറ്റ് അല്ലേ?
ഭയങ്കര പ്രീമിയം. ഒന്നും വെക്കാനും ശരിയാ, കുക്ക് ചെയ്യുമ്പോ കൈമള്ളം മഞ്ഞപ്പൊടിയും എല്ലാം ഇതിൽ ഒട്ടിപ്പിടിക്കും. എന്താണ് കുഞ്ഞോളെ എന്താ പ്രശ്നം? ഇത് റോബോട്ടിക് ഹാൻഡ് മാതിരി ഫീൽ ചെയ്യുന്നു എനിക്ക്. താനോസിന്റെ കാല് മാതിരി ഫീൽ ചെയ്യുന്നു. ഡൈസന്റെ ഇതിന്റെ മുടി സാധനം ഇല്ലേ, മുടി ഇങ്ങനെ. പക്ഷെ നല്ല ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക് ഉണ്ടല്ലേ കാണാൻ. ഈ സാധനം ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് വിൽക്കുന്നുണ്ടോ? വിൽക്കുന്നുണ്ടത് മാമ്മയുടെ കറക്കി കളിക്കുന്നുണ്ട്. എന്താണ് ഈ സാധനം കേട്ടോ, ഇതിങ്ങനെ നമ്മൾ കറക്കി കളിക്കുന്നത്. CC ക്യാമറ ഒക്കെ കണക്കാ, ആരെങ്കിലും എടുത്തു പോയാലോ? ഞങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ഞാനില്ലേ ഈ വിൻഡോ ക്ലോസ് ചെയ്തില്ലായിരുന്നു, എന്റെ ക്യാമറ ഒക്കെ ഇതിനുള്ളിലായിരുന്നു കേട്ടോ. നോക്കിയാ ക്യാമറ എടുക്കണ നോക്കിയാ ഇവിടെ ആയിരുന്നു ക്യാമറ. എന്തോ ഭാഗ്യത്തിന് ആരും കൊണ്ടുപോയില്ല. CC ക്യാമറ ഉണ്ട് പറഞ്ഞിട്ട് കാര്യം നമ്മളതിന്റെ വയത്താൽ നടക്കണ്ടേ. എന്തോ ഒരു ഭാഗ്യത്തിന് ക്യാമറ ഇതിലും വെക്കാറ്. ക്യാമറ എടുക്കാറില്ല ഞാൻ, ക്യാമറ എടുക്കാറില്ല. ക്യാമറ പറ്റില്ലല്ലോ. വിൻഡോ താത്തിട്ട് ഇറങ്ങിയതാണ്, അതാണ് സീനായത്. ഇത് കഴിയാനായിട്ട് പിന്നെ എന്തിനൊക്കെ വേറെ ഫുഡ് കഴിക്കാൻ പോകും നമ്മള് പരിപ്പുവട. അതൊന്നും ചുമ്മാ എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാം. എല്ലാരും ഇവിടെ ഫുഡ് ഇങ്ങനെ കഴിച്ചു. പരിപ്പുവട, ബോണ്ട, സലാഡ്സ്, എല്ലാരും നല്ല പുള്ളിങ്ങ. പല സാധനങ്ങളുണ്ട്. 9-10 ഐറ്റംസ് എങ്കിലും ഉണ്ടായില്ല. ഇമ്മ അവിടെ തീറ്റ കഴിക്ക്. എല്ലാരും തീർത്ത്. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇതാക്കണ ഇവർക്ക് എന്റെ ഗേൾഫ്രണ്ടിനെ കാണണം എന്ന് പറഞ്ഞു. സോ ഞാൻ അവളെ പിക്ക് ചെയ്യാൻ പോവാണ്. അവളെ പിക്ക് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഫുഡ് കഴിക്കാം. നമുക്ക് എല്ലാവർക്കും കൂടെ നമുക്ക് എല്ലാവരും ഫുഡ് കഴിക്കാം. അപ്പൊ ഞാൻ ഇതാക്കണ വരെ ഇവിടെ എന്താ പറയാ പാതിരാക്കോയിൽ ഇറക്കുന്നുണ്ട് വരെ. അതിനുശേഷം ഞാൻ അവളെ പോയി പിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരണം ഗൈസ്. സോ നമുക്ക് അവളെ പിക്ക് ചെയ്ത് വരാം. ഓക്കെ, അവരെവിടെ ഇറക്കി. ഇനിയിപ്പോ നമ്മൾ നേരെ ഇതാക്കണ ആലുവ ജംഗ്ഷനിൽ പോയിട്ട് വേറെ അവളുടെ ഓഫീസ് ഇവിടെ ആട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഞാനപ്പോൾ ഇവിടെ എത്തിയിട്ട് അവളെ ഓഫീസിലെത്തി. ഞാൻ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇതെടുത്ത് കൈ പിടിക്കുക ഗൈസ്. അത് സർപ്രൈസ് ആയിക്കോട്ടെ. ഗൈസ് വരുന്നുണ്ട്. കമോൺ ബേബിക്കുട്ടി. ദിസ് ഈസ് ഫോർ യു, സർപ്രൈസ്. യു വെൽക്കം. ഡോർ അടിച്ചോ. എന്റെ ഫാമിലി കാത്തിരിക്കുന്നുണ്ട്. പോവാ. അപ്പം ഞാനിവിടെ എത്തി. സോ ഇനി ഞങ്ങൾ ഇതാക്കണം. അവര് പേരൻസും ഫാമിലിയൊക്കെ ഉള്ളിലുണ്ട്. സോ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് പാൽക്കപ്പ ബീഫ് ഗൈസ്. ഇവൾക്ക് ഞാനൊരു അൽഫാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് അത് കഴിക്കാം. അത് മാത്രമല്ല നമ്മളെ മൂത്തിയും വല്യമ്മ ഇവിടെ കണ്ടിട്ടുണ്ട്, മൂത്തൊന്നും കണ്ടിട്ടില്ല. സോ മൂത്തൊക്കെ ഒന്ന് കാണിക്കുക വിചാരിച്ച് അത് ഞങ്ങൾ നേരെ ഇങ്ങോട്ട് തന്നെ പോകുന്നത്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാം. ഡയറി മിൽക്ക് ഇഷ്ടമായ എൻ്റെ സിമ്പിൾ ഓഫ് ലവ്. അങ്ങനെയുണ്ട് കുട്ടീനെ കണ്ടോ? മമ്മി ഓൾറെഡി കണ്ടാണല്ലോ. അപ്പൊ എല്ലാവരും നമ്മളെ കുട്ടീനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതോ മൈ ഫിയാൻസി. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങള് പാൽക്കപ്പ ബീഫ്. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഒന്നും കൂടി വരും. അതുപോലെ തന്നെ നമ്മളെ ബേബി നല്ല അൽഫാമാണ് വാങ്ങിയത്. കഴിക്ക് ബേബി കഴിക്ക്. സോ ടേസ്റ്റ് എങ്ങനെ നോക്കിട്ടോ. ഫസ്റ്റ് ടൈം അല്ലേ ഇത് ട്രൈ ചെയ്യുന്നത്? ഓക്കെ, ഇത് മിക്സ് ആക്കി കഴിക്കണം. അത് രണ്ടും കൂടി കഴിക്കണം. മിക്സ് ആക്കിയിട്ട് കോരി കഴിക്കാം. ഉണ്ടല്ലേ? ബീഫിൻ്റെ എടുക്കും വേണം കേട്ടോ. കഴിച്ചു നോക്കി. ടേസ്റ്റ് അങ്ങനെ നോക്കി. എങ്ങനെയുണ്ട്? ഒരു എക്സ്പ്രഷൻ ഇല്ല. നല്ല രസമുണ്ട് ഗൈസ്. അപ്പൊ നമ്മള് കഴിച്ചു കഴിഞ്ഞു. എല്ലാം വളരെ ക്യുക്കായിരുന്നു. എല്ലാം ഇതെന്താ കപ്പലൊക്കെ. അപ്പം ഫുഡൊക്കെ കഴിച്ചു, ഫാമിലിനൊക്കെ പരിചയപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നൈസ്. സോ സ്മൈലി പാൻറ് ഇട്ടിട്ടാണ് അവള് വന്നത്. സോ നമുക്ക് പോവാം. ടാറ്റാ, ബൈ 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 ബൈ. ഗൈസ് അപ്പം ഞങ്ങൾ എന്താ പറയട്ടെ, അങ്ങനെ ഞാൻ അവളെ ഡ്രോപ്പ് ചെയ്ത് ഫാമിലി ആയിട്ട് വീണ്ടും എത്തിയിരിക്കുന്നു. കുട്ടി എങ്ങനെയുണ്ട്? കുട്ടികളെ വേറെ കുറെ ഉമ്മൊക്കെ കൊടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ എങ്ങോട്ടാ? എന്ത് കുട്ടിക്ക് ഒരു കുഴപ്പമില്ല.
കാല് ഒരു ഞൊണ്ടി പോലെ ഉണ്ട്. ചുമ്മാ ചുമ്മാ ട്രോളല്ലേ അങ്ങനൊന്നും കേട്ടോ. അപ്പം ഇനി നമുക്ക് ഫേസ് റിവീലിംഗ് വീഡിയോ നമ്മൾ നേരെ പോവാണ് പോയി വരുന്നിട്ട് കാണാം. ഓക്കെ ക്യാമറ എടുക്കട്ടെ. വേണ്ട ടാറ്റ എടുത്താലേ. കല്യാണത്തിന് വരണ്ടേ?